കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അതിന് കുറച്ചധികം മാസം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വലിയ തെരഞ്ഞെടുപ്പ്, നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ CPM ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്കറിയാം PM ശ്രീ പദ്ധതി വരുന്നു, അല്ലെങ്കിൽ മെസ്സി വരുന്നു. ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സലോജിക്കിൻ്റെ അഴിമതി കഥകൾ പുറത്തു വരുന്നു. അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളില്ല. കേരളം വലിയ കടക്കണിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ ഇവിടെ ഒരു പരിമിതിയായി നിന്നത് തുടർഭരണം വരാനുള്ളൊരു സാഹചര്യം അപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മികച്ച പ്രതിപക്ഷമുണ്ടെങ്കിൽ ഈ പറയുന്നതിനെയൊക്കെ മറികടന്നുകൊണ്ട് UDF വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വ്യക്തിപരമായി ഒബ്സർവ് ചെയ്തിരുന്നത് UDFന് അങ്ങനെ വരാൻ സാധിക്കില്ല, കാര്യം അത്ര കേപ്പബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാലും കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി വന്നിട്ടുള്ള കുറേ കോൺട്രവേഴ്സീസ് കാണുമ്പം പിന്നെയും ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇപ്പം ഈ വിഷയത്തിലില്ല. സത്യത്തിൽ അടിസ്ഥാനപരമായി എന്താണോ ഈ ഒരാഴ്ച മുന്നത്തെ ഉള്ള അല്ലെങ്കിൽ 2-3 ദിവസം മുന്നുള്ള ട്രെൻഡ്, അതിനനുസരിച്ചായിരിക്കും ആളുകൾ ഇനി വോട്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും കുറച്ചധികം മണ്ഡലങ്ങളിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തന്നെ ജയിച്ച് മുന്നേറി വരും. ചില ഇടങ്ങളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, പുതുമുഖങ്ങളെ അവതരിപ്പിക്കും. ഏറ്റവും മോശമായ നാണംകെട്ട രാഷ്ട്രീയ നാടകങ്ങളൊക്കെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കേരളം ഇനി ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു ധാരണയില്ല. മാമിൻ്റെ ഒരു ഒബ്സർവേഷൻ? ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി UDFന് ഇനി അവസരം ഉണ്ടാവും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നല്ല അവസരങ്ങളുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഒരു സ്ട്രോങ് ആ ഒരു എബിലിറ്റി കാണിക്കാനുള്ള ഒരുപാട് പലപ്പോഴും വച്ചിട്ടുണ്ടാവുക ആ ഒരു സമയത്ത് വരില്ല. ആ ഒരു സമയത്ത് വരാതെ അത് കഴിഞ്ഞിട്ട് ആ ഒരു വിഷയം കത്തി നിൽക്കുന്ന ഒരു സമയത്ത് അവർ പ്രതിഷേധം ഉണ്ടാവാതെ നിന്നിട്ട് പിന്നീട് കുറച്ചൊന്ന് അതിൻ്റെ മാറി നിൽക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് പോകുന്നു, തല്ല് മേടിക്കുന്നു, അങ്ങനെ വരുന്നത് അല്ലാതെ നമുക്ക് എത്ര വിഷയങ്ങളുണ്ടായിരുന്നു മനുഷ്യ. ഞാൻ ആലോചിക്കുന്നത് ആദ്യത്തെ 5 വർഷം തന്നെ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷം ഇപ്പോൾ നോക്കി, ഇത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്വർണ്ണപ്പാളി വിവാദമായിട്ട് ശബരിമല പക്ഷേ ശബരിമലയൊക്കെ വിവാദം ഇത്രയും കത്തിച്ച് നിർത്താൻ പ്രതിപക്ഷത്തിനാവുന്നുണ്ടോ? വളരെ സങ്കടം തോന്നി. കാരണം അങ്ങനെ ആവുന്നില്ല. കാരണം നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാര രാഷ്ട്രീയക്കാർക്ക് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്, പ്രീണനം. അതായത് ആരെയും വെറുപ്പിക്കാൻ വയ്യാത്തൊരു രീതിയിലേക്ക് ഇപ്പോൾ CPMൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുമ്പം നമുക്കറിയാം വലിയൊരു സമുദായമായിട്ടുള്ള ഈഴവ സമൂഹം ഉണ്ട് അല്ലേ, വെള്ളാപ്പള്ളി. ഇപ്പോൾ വെള്ളാപ്പള്ളി എന്ന് പറയുമ്പോൾ പരസ്യമായിട്ടൊരു പിന്തുണയൊക്കെ കൊടുത്തിട്ട് പിണറായി, കാരണം പുള്ളിക്കാരനൊരു ഓട്ടോറിക്ഷ പോലെയാണ്, ഏത് നിമിഷമാണെങ്കിലും അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ചാടിപ്പോവാം എന്ന് പറയും. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ധാർമ്മികമായിട്ടുള്ളൊരു ഇവിടെ കൂടെ നിൽപ്പുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഏറ്റവും ഞെട്ടിക്കണതൊന്ന് UDFൻ്റെ ഇതിൽ സുകുമാരൻ നായർ എപ്പോഴും NSS UDFൻ്റെ ഒപ്പമാണ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ NSS ഭയങ്കരമായിട്ട് മാറി അവർക്കൊപ്പമാണ്. അപ്പോൾ ഇപ്പോൾ അറിയുന്നുണ്ട് മുരാരി ബാബുവായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, നോക്കണം. പക്ഷേ ഈ ഒരു അവസരം എനിക്ക് വളരെ വിഷമം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് നല്ല രീതിയിൽ ഉയർന്നു വന്നൊരു യുവനിര ഉണ്ടായിരുന്നു ഒരു സമയം വരെ. ഇപ്പോൾ അവരൊക്കെ എവിടെ പോയി എന്ന് ആലോചിക്കുമ്പം വളരെ എന്താണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ള ഈ ഗ്രൂപ്പ് കളി, നമ്മൾ പറയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഈ കടൽ കവന്മാരെ പോലെ ഒരു കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയാണ്. അതിപ്പോൾ നമുക്ക് അവരുടെ ഒരു ജാഥയിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ഫ്രണ്ടിൽ ക്യാമറ സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ ഇതുപോലൊക്കെ തോന്നും. ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കൽ, അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇതാണ്. ഒരു വേദിയിലാണെങ്കിൽ നമുക്ക് കേപ്പബിൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്, കേരളത്തിൽ ഇല്ലയെന്നല്ല. ഒരു സമയം ശശി തരൂരൊക്കെ ഒത്തിരി ഇതാണ്. പൊളിറ്റിക്സിൻ്റെ പുള്ളി എന്ന് പറയുമ്പം ഒരു പൊളിറ്റിക്സിൻ്റെ കള്ളത്തരം അത്രയ്ക്ക് അങ്ങോട്ട് അറിയത്തില്ല, അതൊരു പ്രശ്നമാണ്. ഇവിടുത്തെ പൊളിറ്റിക്സിൽ നിൽക്കണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഒന്നാമത് വേണം. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സമയത്ത് സുധാകരൻ KPCC പ്രസിഡൻ്റായിരുന്നു. അപ്പം ആരടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനടാന്ന് പറയാനുള്ളൊരു ഗട്ട്സുള്ള ഒരാളായിരുന്നു സുധാകരൻ. അത് നമ്മൾ കണ്ടതാണ്. സുധാകരനുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളും അദ്ദേഹത്തിനൊക്കെ അങ്ങ് പാടെ ഇതാക്കി കഴിഞ്ഞു. ഇത് പണ്ടുമുണ്ട് കോൺഗ്രസിൻ്റെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ടുമുണ്ട് കഴിവുള്ള നേതാക്കന്മാരെ. ഇപ്പം ഞാനൊക്കെ KSU പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിന്ന സമയത്തൊക്കെ ഒത്തിരി. പക്ഷെ അന്ന് കോൺഗ്രസ് വിട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടിട്ടില്ല. നമ്മൾ കോൺഗ്രസ്സിന് നമുക്ക് ഒരു പാർട്ടി നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, മനസ്സിൻ്റെ അകത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിനോടൊരു ഇഷ്ടം എപ്പോഴും ഉണ്ടാവും. പക്ഷെ അതോടൊപ്പം ആ ഇഷ്ടം ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ വിമത ശബ്ദമായിട്ട് നിൽക്കണം എന്നാണ്, കാരണം ആ പാർട്ടി നന്നാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ എൻ്റെ പാർട്ടിക്കകത്തുള്ള വിമർശനങ്ങളൊക്കെ നടത്തുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് CPMകാർ തന്നെ സംഘിച്ചപ്പം അങ്ങ് തരും കേട്ടോ. അത് കാരണം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ നേഷൻ ഫസ്റ്റാണ്, ദേശീയത, അതാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ആര് ഭരിച്ചാലും നമ്മുടെ രാജ്യം എന്നുള്ള അത് നമ്മളങ്ങനെ കുഞ്ഞിലേ വന്നതാണ്. ചില ഈ പ്രീണനമൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും, എങ്ങനെ നിൽക്കേണ്ട ഒരു പാർട്ടി എങ്ങനെയൊക്കെ ആയിട്ട് മാറുന്നു എന്ന്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാൻഡ് വെച്ച് നോക്കണമെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്സിലേ വിശ്വാസമില്ല എനിക്ക് ഒരു പാർട്ടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. നമുക്ക് മറ്റവരെ
ഇതാക്കാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ടെങ്കിലും നമ്മളത് ചെയ്യുന്നില്ല. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് പല താല്പര്യങ്ങളും അങ്ങ് മാറ്റുവാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്കറിയാം പിണറായി സഖാവ് ഓക്കെ, അവർ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, അവരുടെ ഒരു മറ്റേ പെൻഷൻ സ്കീമൊക്കെ വയസ്സായ അമ്മച്ചിമാർക്കൊക്കെ കൊടുക്കുന്ന പെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചില ഫാമിലിയിലൊക്കെ പോകുമ്പോൾ പറയും ആ പെൻഷൻ വന്നു മക്കളെ, ഈ ഫുഡൊക്കെ കൊണ്ട് നമ്മൾ പോകും ഈ വീടുകളിൽ, അപ്പം പറയും വലിയ സന്തോഷത്തിൽ പറയും പെൻഷൻ വന്നു മക്കളെ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യാശയാണ് കേട്ടോ, അതൊരു പോസിറ്റീവ് സൈഡ് ഞാൻ അടുത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പം പെൻഷൻ സ്കീമും ഒക്കെ ആയിട്ട് മറിയ ചേച്ചി ആ ഇതല്ല, അല്ലാതെ കിട്ടുന്ന മനുഷ്യരാണ് നമ്മൾ പറയാം. അപ്പോൾ അത് അവിടെ ഉള്ളപ്പോൾ തന്നെ, പക്ഷേ ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കുടുംബം പരിപോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തടവാടിലേക്ക് മാത്രം ഒരു സ്റ്റേറ്റിൻ്റെ സമ്പത്ത് മുഴുവൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു നമുക്കിപ്പോൾ 100% ഉറപ്പായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ എത്രത്തോളം പ്രതിപക്ഷത്തിനായിട്ടുണ്ട്. ഇവിടെ അവർക്ക് വേറൊരു കാര്യമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കാര്യങ്ങൾ വന്നാലും അണികളുണ്ടല്ലോ മടിച്ചു നിന്ന് ന്യായീകരിക്കും. ഇത്രയും ക്യാപ്സ്യൂൾ വിതരണം ചെയ്ത് കഴിക്കുന്ന വേറൊരു പാർട്ടിയില്ല. അത് നമുക്കറിയാം, അവിടെ ഒരു തീവ്രതയുടെ പ്രശ്നം വരുമ്പോൾ തന്നെ ശ്രീമതി ടീച്ചറും അവിടെ ഒരു പീഡനാരോപണം വന്നു കഴിഞ്ഞാൽ ഉടനെ ശ്രീമതി ടീച്ചറായിക്കോട്ടെ ബാലമാഷായിക്കോട്ടെ തീവ്രതയുടെ മെഷീൻ എടുത്തിട്ട് പോകും. നോക്കട്ടെ, അപ്പോൾ ഇത് നമ്മളെ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ കുറഞ്ഞ തീവ്രതയാണ്, യു ക്യാൻ ഡു ഇറ്റ്, ആ ഇതൊരു പ്രോത്സാഹനമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം എടുക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാളോങ്ങി നിന്നൊരു സമൂഹം ഓപ്പോസിറ്റ് സൈഡിൽ കാണിച്ചു കൊടുക്കാനൊരു ഇതൊന്നും ഇല്ല. കുറേ ചാറ്റുകളുടെ ഈ ചാറ്റുകൾ എന്നൊക്കെ പറയുന്നു, ഈ എല്ലാവരുടെയും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് വിമർശിച്ച് എഴുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെളി നാണം കിട്ടു പോകുന്ന ആൾക്കാരാണ്. ബിക്കോസ് ഈ രാത്രിയുടെ മറവിൽ എല്ലാവരും ഇതേ കോഴി പരിപാടിയൊക്കെ തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയം വന്നു കഴിയുമ്പോൾ അങ്ങനൊന്നുമല്ല. എന്നിട്ട് രാഹുലിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കകത്തുള്ള ആൾക്കാർ തന്നെ ക്രൂശിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. അവിടെ കൂടെ നിൽക്കുന്നില്ല. അതവർ പറയുന്നത് ഒക്കെ ഞങ്ങളുടെ ആദർശമാണ് ആയിരിക്കും. അല്ല, അവിടെ ആദർശമൊന്നും അല്ല, കിട്ടിയൊരു അവസരം വെച്ചിട്ട് അവനിട്ട് പണിയുക, ഇനി ഇവൻ പൊങ്ങി വരരുത്, ഈ ഒരു കാര്യമേ അത്രേ ഉള്ളൂ. അത് യുവനിര തന്നെ പിണറായിനെ മുഖത്ത് നോക്കി ധൈര്യത്തോട് വിളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്ന യുവനേതാവാണ് രാഹുലായിക്കോട്ടെ അവിടെ യുവനിര. പക്ഷേ ഇന്നിപ്പോൾ അവരൊക്കെ നോക്കൂ, ചാണ്ടി ഉമ്മൻ നല്ല ഇന്നത്തെ അരുണാചൽ പ്രദേശ് അങ്ങോട്ടേക്കാക്കി തള്ളി വിട്ടേക്കുവാണ്. നമ്മൾ കണ്ടതാണല്ലേ നിലമ്പൂർ ഇലക്ഷനാന്ന് തോന്നുന്നു, ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി പുള്ളി പാലക്കാട് രാഹുൽ നമുക്കറിയാം ഓരോടത്തും പുള്ളി ആ ചെയ്യുന്ന ജോലിയുണ്ട്. ബിക്കോസ് പുള്ളിക്ക് ഒരു നല്ലൊരു പ്രാസംഗികനൊന്നുമില്ല, പക്ഷെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി അച്ഛനെ പോലെ തന്നെയാണ്. അങ്ങനെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ലടാ. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഇവരൊക്കെ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഒരു വാർ റൂം ടാക്ടിക്സും കേസിയുണ്ട്. അത് ബീഹാറൊക്കെ ഇപ്പോൾ എന്താവുമെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊന്നും അല്ല ഇവിടുത്തെ പൊളിറ്റിക്സ്. ഇവർക്ക് തടയാതെ നിൽക്കേണ്ട പൊളിറ്റിക്സ് കോൺഗ്രസ് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. സത്യമല്ലേ? പക്ഷെ അപ്പം എനിക്ക് പ്രതീക്ഷ എന്നൊരു സാധനം ഇവരിനി അടുത്ത 5 വർഷം കൂടി ഇവർ തന്നെ ഭരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. CPM കാരണം ആ രീതിയിലാണ്. അത് തന്നെയാണല്ലോ BJP ആഗ്രഹിക്കുക, അത് തന്നെയാണ്. പൊളിറ്റിക്സ് നോക്കുമ്പോൾ അവർക്കൊരു അജണ്ടയുണ്ട്, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട്. അതിനല്ലേ അവർ നിൽക്കൂ. അവിടെ ഇപ്പോൾ അവരെന്ത് വിചാരിക്കണം, ഓക്കെ കോൺഗ്രസ് വന്ന് ഭരിക്കണം എന്ന് അവർ വിചാരിക്കുമോ? ഇല്ല. അത്രയും ഇത് കുറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കേരളം മാത്രമാണ് കോൺഗ്രസിൻ്റെ വലിയൊരു ഇതായിട്ട് നിൽക്കണം. കുറച്ച് നേതാക്കന്മാരും അങ്ങനെയൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ എല്ലാം ആയി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വിഷമം തോന്നും. ഞാൻ ഈ പൊളിറ്റിക്സ് നിന്ന് മാറാനുള്ള കാര്യം എന്തുകൊണ്ടാണ്, ഇത് നമുക്കറിയാം KSUവിൻ്റെ ഒക്കെ സമരത്തൊക്കെ ഈ നേതാക്കന്മാർ ഫ്രണ്ടിൽ നിന്നിട്ട് ശരിയാണ് ട്രോളന്മാരൊക്കെ പറയണ പോലെ തന്നെയാണ്. അടി വരുന്ന സമയമാകുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരൊക്കെ പതുക്കെ പോയിട്ടുണ്ട്. പാവം പിടിച്ച പിള്ളേരൊക്കെ അടിയൊക്കെ മേടിക്കും. ഈ ജന ഹോസ്പിറ്റലിൽ അടിയും കൊണ്ടുപോയി കിടന്നു കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു നേതാവും വന്ന് നോക്കൂല കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ചു. എന്നിട്ട് അവരൊക്കെ ഇവിടെ എത്തി. ഞങ്ങളുടെയൊക്കെ ഒരു KSUവിൻ്റെ സമയത്ത് സതീശൻ പാച്ചേനിയൊക്കെ ഭയങ്കര ഇതായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനൊന്നും കിട്ടേണ്ട ഒരു തോറ്റുപോയി എന്ന് വെച്ചാൽ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് സമുദായം നോക്കണം, ഇന്ന സമുദായത്തിൽ. കാരണം പാർട്ടി ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ആശയത്തിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ആശയം കണ്ടിട്ട് ഞാൻ കോൺഗ്രസ്സുകാരി ആവണം അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനാവണം എന്ന് ആഗ്രഹിച്ച് വരണവരെക്കാൾ ഏറെ അധികാരം കിട്ടണം, പാർട്ടി വളരണം എന്നല്ല, പാർട്ടി നന്നാവണം എന്നല്ല. ഓക്കെ, എൻ്റെ സമുദായം വെച്ചിട്ട് എനിക്ക് അതിൽ എത്രത്തോളം കിട്ടാൻ പറ്റും ബെനിഫിഷ്യൽ, ഇതാണ് ഓരോ സത്യം. ഇത് തന്നെയാണ് കേന്ദ്രത്തിൽ എന്തുകൊണ്ട് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ BJPയിലും ദേശീയ നേതാക്കളെ, കേരളത്തിലെ ആൾക്കാരൊന്നും നമുക്ക് അറിയില്ല, ദേശീയ നേതാക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കയറി വന്നാണ്. നൂൽക്കെട്ടി ഇറക്കിയൊന്നുമല്ല. ഓരോ ഇതിലും അവർ പാർട്ടി ഒന്നും ഇല്ലായിരുന്ന അവസരത്തിൽ പോലും അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. നമ്മളങ്ങനെ ഉണ്ടോ? പക്ഷെ നമ്മുടെ KC വേണുഗോപാൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ കാണുന്നുണ്ട് പലപ്പോഴും KCനെ ഭയങ്കരമായിട്ട് തേജോവധം ചെയ്യും. പക്ഷെ കോൺഗ്രസിൻ്റെ ഏറ്റവും മോശമായ സമയത്തും കോൺഗ്രസ്സിന് വേണ്ടി നിന്നിട്ടുള്ള ആളാണ്. മറുകണ്ടൊന്നും ചാടി പോയില്ല കേട്ടോ. ഇവിടെ അവസരമുണ്ട്. ഇന്നും ജംബോ ലിസ്റ്റൊക്കെ വന്നിട്ട് അതിൻ്റെ പേരിൽ കോലാഹലം ഒന്നും മാറിയിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോഴും നമുക്ക് എടുത്ത് കാണിക്കാൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാ ഉള്ളത്? അത് വേറൊരു കാര്യം. ഇവിടെ അവർക്ക് CPM എപ്പോഴും ഉണ്ട്. വീണ്ടും അല്ലെങ്കിൽ ഇനി അവർ കാണിച്ചു തരും. പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ ആരെ ഹൈലൈറ്റ് ചെയ്യും? ഓക്കെ, നമ്മുടെ CM ആയിട്ട് നിൽക്കേണ്ട ആരുണ്ട്?
സതീശനാണ്. ഇനിയിപ്പോ വി ഡി സതീശൻ ഉണ്ടെങ്കിൽ തന്നെ അത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുന്നു. രണ്ട് ഗ്രൂപ്പാണല്ലോ. പണ്ടും അങ്ങനെയാണ്. പക്ഷെ പണ്ട് ലീഡറിന്റെ കാലത്ത് ഇങ്ങനെയൊന്നും അല്ല. ലീഡറിന് ഒറ്റ ഇതാണെങ്കിൽ ലീഡറിന്റെ കീഴിൽ. പക്ഷെ അപ്പോഴും ഈ വേറെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പാർട്ടി വളരും പിള്ളേരും കൂടെ നിന്നിട്ട് പണിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇന്റർനാഷണൽ കോൺഗ്രസിൽ. പിന്നെ നമുക്ക് പ്രീണനമുണ്ട്. ഓക്കെ, ലീഗ് നിൽക്കുന്നു, കൂടെ നിൽക്കുന്നു കക്ഷിയായിട്ട്. പക്ഷെ ലീഗിന് മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ലേ? അപ്പോൾ ശരിക്കും അപ്പം ദേശീയ താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എന്നുള്ളൊരു താല്പര്യം ഇങ്ങനെയൊക്കെയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് വെച്ചാൽ പണ്ടേ ഉള്ളൊരു പ്രസ്ഥാനമാണ്. ഓക്കെ, IUML നമ്മുടെ ലീഗ് ഉണ്ട്. ഈ ലീഗ് അങ്ങനെ നിൽക്കുമ്പോൾ ലീഗിന് മുന്നിൽ ഇങ്ങനെ ആശയം ഒരുമിച്ച് കൊണ്ടുപോകണം. രാജ്യത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കണം. അല്ല, ലീഗ് 5 മന്ത്രിമാർ വേണം, 5 മന്ത്രിമാർ എവിടെ കൊടുക്കുന്നു? ഈ രീതിയിലൊക്കെ ആയി മാറിക്കഴിയുമ്പോൾ എന്ത് പൊളിറ്റിക്സാണ് ഇവിടെ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും നമ്മൾ പണ്ട് തമിഴ്നാടിനെ നോക്കിയൊക്കെ കളിയാക്കുമായിരുന്നു അല്ലേ, അവരുടെ പൊളിറ്റിക്സ് അങ്ങനെയാണ്. പക്ഷെ ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ചിത്രം നോക്കുമ്പോൾ ഏറ്റവും മോശം പൊളിറ്റിക്സാണ്. ഒത്തുതീപ്പ് രാഷ്ട്രീയമല്ലേ ശരിക്കും. ഈ പിണറായി വിജയൻ തന്നെ ഇത്രയും കാണിക്കണ ഇത് കേന്ദ്രത്തിൽ നിന്ന് എന്ത് ഇതാണുള്ളത്? ലാവ്ലിൻ എത്ര പ്രാവശ്യം മാറ്റി വെച്ചിട്ടുണ്ട് കേസ്. ഞാനൊക്കെ വീണയുടെ ഒക്കെ എക്സാലോജിക്കൊക്കെ ഒരുപാട്. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പോലും കേന്ദ്രം എന്തുകൊണ്ട് അതിൻ്റെ വലിയൊരു സ്റ്റാൻഡ് കാണിക്കുന്നില്ല? ഇവിടെ യുവതീ പ്രവേശം പൂർണ്ണമായും ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന രീതിയിൽ തന്നെയാണ് അത് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും അങ്ങനെ ചെയ്യുന്നു. ഞാൻ പറഞ്ഞത്, അണികൾ കിടന്ന് തല്ലുണ്ടാക്കുന്നു, ചാകുന്നു, മരിക്കുന്നു, കൊല്ലുന്നു, അവൻ്റെ കുടുംബത്തിന് നഷ്ടം ഉണ്ടാകുന്നു. നേതാക്കൾ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിൽ സ്വന്തം കീശ വീർപ്പിക്കുന്നു. അതിനപ്പുറം ഇവിടെ ഒന്നുമില്ല മനുഷ്യ. ബിക്കോസ് ഇവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റോട്ടൺ ഗെയിമാണ്. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യന്, സാധാരണ മനുഷ്യന് വേണ്ടിയിട്ട് ഒന്നും ആരും ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അഥവാ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് PR ലെവലിലേക്ക് ആക്കി ആ രീതിയിലാക്കി മാറ്റും അല്ലേ? അല്ലാതെ ആർക്കാണ്? ഇപ്പം നമുക്കറിയാം, മറിയ ചേച്ചി ഒരു ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പം പാർട്ടി ഉടനെ അവർ കോൺഗ്രസ് അവർക്ക് വേണ്ടിയിരിക്കുന്നു, BJP-യിലേക്ക് അമച്ചി ചാടിപ്പോകുന്നു. അതായത് അത് ഹൈലൈറ്റ് ചെയ്യുക, ഞങ്ങളങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. നമ്മൾ പറയും ഇടത് കൊടുക്കണം, വലത് യഥാർത്ഥ മനസ്സുള്ളവരാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പാർട്ടിക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ നല്ല പറഞ്ഞത്, ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം വെച്ച് പറയുവാണ്. 3 പാർട്ടിയും കണക്കാണ്, ഒരു വിശ്വാസമല്ല ജനങ്ങൾക്കല്ല, സാധാരണ മനുഷ്യർക്ക്. അതിൽ തന്നെ പാർട്ടിയിൽ ആൾക്കാർ കൂടി ഇപ്പം BJP-യിലേക്ക് ഒരുപാട് പേര് എടുത്ത് ചാടി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. BJP-യുടെ ആദർശം കണ്ടിട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ ക്രൈസ്തവ ആയിട്ടുള്ള ആൾക്കാർ, ഇതേ നരേന്ദ്രമോദി ആദ്യം വന്ന സമയത്ത് കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാരിപ്പോൾ പാർട്ടിയിലേക്ക് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സീറ്റിന് വേണ്ടി മാത്രമാണ്. എന്താ PC ജോർജൊക്കെ എന്താണ് ആദർശവാനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണോ? പുള്ളിക്ക് നമ്മൾ പറഞ്ഞില്ലേ അധികാരം. നമ്മുടെ ബീഹാർ രാഷ്ട്രീയത്തിലുള്ള നികേഷ് കുമാറിനെ പോലെയൊക്കെ തന്നെയാണ് പുള്ളിക്ക് ഇവിടെ രാഷ്ട്രീയ മൗനം അങ്ങനെയായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ഏത് മനുഷ്യരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ സംഘപരിവാറിനെ നോക്കിക്കഴിഞ്ഞാൽ അവരിലുള്ള ഏറ്റവും താഴെയുള്ള അണികളായിരിക്കും ആ പ്രസ്ഥാനത്തിനോട് സ്നേഹം. ഇനി CPM-ൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും താഴെയുള്ള അണികളായിരിക്കും. നമ്മളിപ്പോഴും കണ്ടതല്ലേ ഉള്ളൊരു വിവാദം, മാല മോഷ്ടിച്ചുകൊണ്ടൊരു കൗൺസിലർ ഓടി എന്ന് പറഞ്ഞ് പല ട്രോളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഓർത്തത് അയാളുടെ ഒരു മനസ്സിലേക്കാണ് പോയത്. കാരണം പല വാർഡ് മെമ്പേഴ്സും അത്രയും അവസ്ഥയാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. കാരണം ഈ ഫണ്ടൊക്കെ വരുമ്പോൾ അവർക്ക് കൈയിട്ട് വരാനൊന്നും കിട്ടത്തില്ല. അത് മുഴുവൻ മുകളിലുള്ള ആൾക്കാരാണ്. ഈ താഴെയുള്ളൊരു കടവും മേടിച്ചാണ്, നിവർത്തികേട് കൊണ്ടാണ് അയാളുടെ ജീവിതം അവിടെ തീരുവാണ്, ഫുൾ സ്റ്റോപ്പിടുവാണ്. അപ്പോൾ എപ്പോഴും പിന്നെ കോൺഗ്രസ്സിൽ പാവം ജോലിയും കൂലിയും മാറ്റി വെച്ചിട്ട് മൈദ ഒട്ടിക്കാൻ നടക്കുന്ന വയസ്സായ എത്രയോ പേരുണ്ടെന്നറിയോ? അവർ പടുത്ത് വെച്ചിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ മേളിൽ കയറി നിന്നാണ് ഇവരെല്ലാവരും എന്താ പറയുക ഒരുമിച്ച് നിന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഇത് പൊതുജനം കഴുതയാണ്, നമ്മൾ മാത്രമാണ് കഴുത അല്ലേ? സത്യം മാറേണ്ട ഒരു സമയമായി. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലൊക്കെ പ്രതീക്ഷയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും പൊളിറ്റിക്സേ ഇല്ല, താല്പര്യമില്ല. ലൈഫ് അത് തന്നെയാണ്. അവർ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടുകയെന്ന് പറയണം. അപ്പൊളിറ്റിക്കലായി വരുന്ന ഒരു വലിയ ജനവിഭാഗം ഒരുപാട് ഒരുപാടുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ എക്സാമ്പിൾസ് കാണുന്നതുകൊണ്ടാണ്. ആർക്ക് വേണ്ടി നമുക്ക് ആരെ പറയാൻ പറ്റും അതേ സ്റ്റാൻഡിങ് ഫോർ അസ് എന്ന് ആരെ പറയാൻ പറ്റും? നോ വൺ ഇസ് ദെയർ. അവിടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഇതാണ് സത്യം, യാഥാർത്ഥ്യം. അപ്പോൾ എനിക്ക് ഇനിയുള്ള തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ കൗൺസിലർ, നന്തങ്കോട് വാർഡിന് കൗൺസിലർ ഇല്ല. എത്ര നാളെ റോഡ് പൊളിഞ്ഞു, ഞങ്ങൾക്ക് കൗൺസിലർ ഇല്ല. പുള്ളിക്കാരത്ത് US പോയി. ആലോചിച്ച് നോക്കണം. അപ്പച്ചയമാണ്. ഇനിയിപ്പോൾ തദ്ദേശ സ്വയം നമ്മുടെ തിരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോഴും കണ്ടല്ലോ. തിരുമല ഒരു വാർഡ് നല്ലൊരു മനുഷ്യനായിരുന്നു എന്താ പറഞ്ഞത്, സൂയിസൈഡ് ചെയ്ത്. അത് BJP-യില നല്ലൊരു, പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് എന്നാൽ അവരുടെ ഫാമിലി പോലും പറയുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പല വാദങ്ങളുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളെന്ന് പറയുമ്പോൾ എനിക്ക് തീരെ മനസ്സിലാവാത്ത കാര്യം പൊതുവെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും അവരവരുടെ വഴിക്ക് പോകും. അതാരെ കാരണം സെക്ഷൻസ് ആയിട്ട് നമ്മളിങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പറ്റിക്കപ്പെടാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വിഭാഗീയതയാണല്ലോ. പൊളിറ്റിക്കലി നമ്മൾ സാമുദായികമായിട്ട് അടുത്തൊരു സെക്ഷൻ. ഓക്കെ, ഇനി BJP തന്നെ നിൽക്കുമ്പോൾ BJP തന്നെയുള്ള അതിൽ BJP നായർ വിങ് ഒരു സെക്ഷൻ, അതിൽ ഇഴവ വിങ് വേറൊരു സെക്ഷൻ, ക്രിസ്ത്യൻ
ഇങ്ങനെ അപ്പം സെക്ഷൻസ് ആണ്. ഇനി കോൺഗ്രസിൽ എടുത്തു കഴിഞ്ഞാൽ ലീഗ് ഒരു സെക്ഷൻ, അതിലുള്ള കേരള കോൺഗ്രസിലെ ക്രിസ്ത്യൻസ് മറ്റൊരു സെക്ഷൻ, അതിൽ തന്നെ ഹിന്ദുസ് പല പല സെക്ഷൻസ്. കണ്ടില്ലേ നമ്മളിപ്പോൾ തന്നെ ജംബോ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഈഴവ പ്രാമാണിത്വം വേണം, അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് CPM സെയിം തിങ്. അപ്പം പിന്നെ എന്താണ് ഇത് ഈ പൊളിറ്റിക്കൽ പാർട്ടി തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പറയാം, എനിക്ക് ഏറ്റവും തോന്നിയിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും മോശമായിട്ടുള്ള സംഭവം വെച്ചാൽ സെക്യുലറിസത്തിന് അവർ നമ്മൾ പറയുമല്ലോ ഏറ്റവും മോശമായിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. സെക്യുലറിസം മീൻസ് അതിൻ്റെ ഒരു കൺസെപ്റ്റേ മാറിയിട്ടുണ്ട്. ഇവിടെ എന്ത് സെക്യുലറിസം? ഇവിടെ മതം പറഞ്ഞും ജാതി പറഞ്ഞും അങ്ങനെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങുന്നു. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്താ വിഭാഗീയത മാത്രം. സെക്ഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ് തന്നെ കാണിച്ചു നോക്കുകയാണ് ഫൈറ്റ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന്. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? ഒരു യൂണിറ്റി കാണുന്നില്ലല്ലോ. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഏത് ലീഡറിനെ നമുക്ക് ഓക്കെ ഒരു മാതൃകയായിട്ട് എടുക്കൂ, റോൾ മോഡൽ ആക്കിയിട്ട് യു ഹാവ് ടു ഫോളോ. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പൊ നമുക്ക് ഇലക്ഷനിൽ CPM വിജയിച്ച് കയറാനുള്ള സാധ്യതകളാണ്. കേഡർ പാർട്ടിയാണ്, അവർക്ക് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നന്നായി അറിയാം. അങ്ങനെ നോക്കിയാൽ കേരളത്തിന്റെ ഒരു ഫ്യൂച്ചർ നമ്മൾ ശരിക്കും പേടിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും. ഇനി അടുത്ത 5 വർഷം ഞാൻ ആലോചിച്ച് നോക്കട്ടെ, ഇത്രയും 10 വർഷം പോലീസിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമ്മൾ ഞെട്ടി നോക്കിയിട്ടുണ്ട് അല്ലേ. കാരണം എന്തോ നീതി തേടി ഒരു എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലല്ലേ ഒരു പോലീസ് നമ്മൾ ഞെട്ടിപ്പോയിട്ട് ലോക്കപ്പിൻ്റെ അത് ഇട്ടിട്ട് ഒരു കോൺഗ്രസ് പിന്നെ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ പൂച്ചട്ടി സമരം ചെയ്യാൻ പോലും ഭയമായി തുടങ്ങി. അപ്പോൾ ആ രീതിയിൽ ശരിക്കും ഫാസിസം നമ്മൾ പണ്ട് ഒരു സമയം വരെ ഉത്തരേന്ത്യ നോക്കി പറയുമായിരുന്നു ഫാസിസം എന്ന്. റിയൽ ഫാസിസം ഇവിടെ അല്ലേ. കറുപ്പ് വസ്ത്രം കണ്ടാൽ പേടി അല്ലേ, പ്രതിഷേധിച്ച പേടി, കരിങ്കൊടി കണ്ടാൽ പേടി എല്ലാം. അപ്പം ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഇനി അടുത്ത 5 വർഷം ചോദിച്ച ടെറർ നമ്മൾ പറയില്ലേ മുസോളിനി ആ ഒരു റൂള് ഒരു ആൻഡ് റജിം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് പഞ്ചാബ്. ബിക്കോസ് ഐ ആം സ്റ്റേയിങ് ക്ലിഫ് ഹൗസിൻ്റെ തൊട്ട് താഴെയാണ് എൻ്റെ വീട്, ഫാമിലി കുടുംബം. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരുടെ എല്ലാ ഇതും നമ്മുടെ വളർച്ചയാണ്. ഞങ്ങൾ പോകുമ്പോൾ വീടിൻ്റെ കൂടെ ബൈ കാണിച്ച് പണ്ട് പോകും ലീഡറൊക്കെ നയനാർ സഖാവ്. അപ്പം ഞങ്ങൾ സ്കൂളിൽ ഞാൻ നിർമ്മലബാൻ സ്കൂളിൽ പോണത് ക്ലിഫ് ഹൗസിൻ്റെ അകത്തൂടെയാണ്. അന്ന് ക്ലിഫ് ഹൗസിൻ്റെ മന്ദിരങ്ങളുടെ അകത്തൂടെ ഞങ്ങൾക്ക് പോയിട്ട് സ്കൂളിൽ പോകാം. ബിക്കോസ് ഞങ്ങൾ തൊട്ട് താഴെയാണല്ലോ. ഞങ്ങളുടെയൊക്കെ കാണാൻ എൻ്റെ അമ്മൂമ്മയുടെ ആ ഫാമിലിയുടെ അവരാണ് ആ ക്ലിഫ് ഹൗസിൻ്റെ ഫുള്ള് കൊടുത്ത് പിന്നെ ഇങ്ങനെ ആയതാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഈ 10 വർഷം കൊണ്ടല്ലോ അടച്ചു പൂട്ടിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ അവിടെ ആ പ്രമിസസ് ക്ലിഫ് ഹൗസിൻ്റെ അകത്തൂടെ പോകാൻ പറ്റത്തില്ല, ബാക്ക് സൈഡിൽ കൂടെ പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ പോലീസാണ്. നമുക്ക് ഉറക്കെ ഇരുന്ന് ചിരിക്കുമ്പോൾ പോലും ഭയമല്ല, പോലീസ് വന്ന് ഇതാക്കുമെന്നല്ല. നമ്മുടെയൊക്കെ പ്രൈവസികളൊക്കെ എവിടെയോ പോയി. നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഇല്ല, പേഴ്സണൽ സ്പേസ് ഒന്നുമില്ല. ഞാനിത് നേരിട്ട് കാണുവാണ്. ഇദ്ദേഹം പോകുമ്പം ഇങ്ങനെ കോൺവോയ് പോലെ എത്രയോ നേരം പോലീസ് പിടിച്ചു നിർത്തും സ്കൂൾ ആ ഒരു സ്ഥലത്ത്. ഒരു സമയത്ത് മുഴുവൻ സമര പരിപാടി ഉണ്ടായിരുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾക്ക് പോകണമെങ്കിലൊക്കെ തന്നെ അവിടെ നമ്മളെ നിർത്തും, വണ്ടി പോയിട്ടേ പോകും. ഞാൻ വിചാരിക്കും ദൈവമേ ഞാൻ ഇതേപോലെ ഇപ്പം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ശ്രീ ചിത്രത്തിൽ മഹാരാജാവ് കവടിയാറല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇളയരാജാവ് അപ്പോൾ ഭരിച്ചിട്ടില്ലല്ലോ. ഇളയരാജാവിനുള്ള സമയത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് പോകുമ്പോൾ പുള്ളിക്കാരൻ ഒതുങ്ങി അവിടെ കാറും വെച്ച് നിൽക്കും, മഹാരാജാവിൻ്റെ ഒക്കെ ഒരു ഫാമിലി. അപ്പോൾ ഇത് ആ ജനാധിപത്യത്തിൽ മഹാരാജാവിനെ കാണണമെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ കാണുന്നത് സത്യം പറയാമല്ലോ പിണറായി സഖാവാണ്. സങ്കടം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ ലീഡേഴ്സൊക്കെ നമ്മളെ വീട്ടിൽ കൂടെ പോകുമ്പോഴും നമ്മളൊക്കെ ആയിട്ട് അവർ അത്രയും ഇതായിട്ടും. എൻ്റെ കസിൻസിൻ്റെ ഒക്കെ ഫ്രണ്ടാണ് ഈ അനൂപ് ജേക്കബ്. ബിക്കോസ് അവർ ഒരുമിച്ചാണ് ക്രൈസ്ലർ സ്കൂളിലൊക്കെ പഠിച്ചത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരും, നമ്മളങ്ങനെ പോകും. അങ്ങനത്തെ ഒരു ഇതിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ കാണുന്നുണ്ട് വാട്ട് ഫാസിസം ഇസ്. കാരണം അപ്പം നമ്മൾ ഇത്രയും നാൾ നന്തൻകോട് പയ്യന്മാർ പരിസരത്തുള്ള ഓരോ മനുഷ്യരോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഗവൺമെൻറ് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ ഫേസ് ചെയ്യണം എന്താണെന്ന്. ഞങ്ങൾക്കൊന്നും ഞങ്ങൾ വോട്ടിടില്ല. പക്ഷെ അപ്പോഴൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, പിന്നെ ആർക്കും ഞങ്ങൾ വോട്ടിടണം? നമ്മുടെ വരുക വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്, പ്രശാന്താണ്. ഓക്കെ, ആസ് എ യങ് ലീഡർ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം അത് നമ്മൾ പറയണമല്ലോ. ബിക്കോസ് നമുക്കൊന്നും അങ്ങനെ പൊളിറ്റിക്സ് തലയിൽ വെച്ചിട്ട് ചെയ്തില്ല എന്നല്ല. ഹീ ഈസ് ഡൂയിങ് ഹിസ് ജോബ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് അക്സസിബിൾ ആണ്. പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു MLA അക്സസിബിൾ ആണ് ഇപ്പോൾ ഈ നിലവിൽ. പക്ഷേ ബാക്കി നോക്കിക്കഴിയുമ്പോഴേക്കും CM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറാണ്. വീണ്ടും ഫ്രണ്ടിൽ കൂടെ നിന്നപ്പോൾ പുള്ളിൻ്റെ ഒരു പോക്കുണ്ട്, ഭയമാണ്. ഇങ്ങനത്തെ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പം ഇതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് ഈ കേരളത്തിലെ ഏറ്റവും ഫാസിസം എന്ന് പറഞ്ഞ ഫാസിസ്റ്റ് രീതിയിൽ ഭരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ തന്നെ പറയേണ്ടി വരും. നമ്മൾ പറയാം ഓണറബിൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സച്ച് എ ഫാസിസ്റ്റ് പേഴ്സൺ പറയേണ്ടി വരും മനുഷ്യ.